നമ്മുടെ ചർച്ച ചെയ്യുന്നത് ജ്യോതിശാസ്ത്രത്തിൽ ബുദ്ധിയുടെ കാരകനായ, കുശലനായ, സാമർഥ്യത്തിലൂടെ, നയത്തിലൂടെ എന്നും നേടിത്തരുന്ന ബുധൻ, മെർക്കുറി എന്ന ഗ്രഹത്തിൻ്റെ ചരവശാലുള്ള വൃശ്ചികൻ രാശിയിലേക്കുള്ള മാറ്റവും അതെപ്രകാരം മേടം മുതലായ 12 രാശിക്കാർക്കും ഉണ്ടാക്കുന്ന ആനുകൂല്യങ്ങളും പ്രാതികൂല്യങ്ങളുമാണ് ചർച്ച ചെയ്യുന്നത്. വചനം ജ്ഞാനം ഇന്തോസ്തനൂജ, ഇന്തോഹോ തനൂജ. ചന്ദ്രൻ്റെ പുത്രനായ ബുധൻ വചനം, വാക്കാകുന്നു, ജ്ഞാനം അറിവാകുന്നു. അതിന് പുറമെ ബുധനെ കൊണ്ടാണ് നാം മാധുരന്മാരെയും അനന്തരവന്മാരെയും ഒക്കെ ചിന്തിക്കുന്നത്. ബുധൻ ജ്യോതിശാസ്ത്രത്തിലെ യഥാർത്ഥ ഗാംബ്ലറാണ്. ഏത് ഗ്രഹത്തിനോട് കൂടെ നിന്നാലും ആ ബുധൻ അതിൻ്റേതായ ഗുണങ്ങളെ പ്രദാനം ചെയ്യും. 12 ഭാവങ്ങളിലും വരാഹമിഹിര ആചാര്യനും ചമത്കാര ചിന്താമണിയിലും ബുധന് മാത്രമാണ് 12 ഭാവത്തിലും ബലം പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, 8ാം ഭാവം, അഷ്ടമം എന്ന ഭാവത്തിൽ ഏത് ഗ്രഹം വന്നാലും വളരെ ദോഷമാണ്. അവിടെ വ്യാഴവും ശുക്രനും വന്നാൽ നീചഹ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. അവിടെ പാപഗ്രഹങ്ങളായ സൂര്യനും ചൊവ്വയും ശനിയും ഒക്കെ വന്നാലും സ്വൽപാത്മജോ നിധിനകെ വികലക്ഷണ. ദൃഷ്ടികൾക്ക് വൈകല്യം, കണ്ണുകൾക്ക് വൈകല്യം വരിക, സന്താന വിഷയങ്ങൾക്ക് ക്ലേശമുണ്ടാക്കുക. പക്ഷേ 8ാം ഭാവത്തിൽ ബുധൻ വന്നാൽ ഒരൊറ്റ ഫലം മാത്രമേ ഹോരാചാര്യർ പറഞ്ഞിട്ടുള്ളൂ. എന്താണ് ആ ഫലം? വിശ്രുത ഗുണാഹ. പ്രസിദ്ധങ്ങളായ ഗുണങ്ങളാൽ ഒരു വ്യക്തി ആദരിക്കപ്പെടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അവിടെയും ബുധൻ ഈ അഷ്ടമഭാവം നിൽക്കുന്നത് ഉച്ചക്ഷേത്രത്തിലും സ്വന്തം ക്ഷേത്രത്തിലും സുഹൃക്ഷേത്രത്തിലുമാണെങ്കിൽ അതിന് ബലം വരും. മറിച്ച് നീചരാശിയിലൊക്കെ അഷ്ടമത്തിൽ ബുധൻ വരികയാണെങ്കിൽ അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഉദാഹരണമായി ചിങ്ങൻ രാശിയായി അഷ്ടമത്തിൽ മീനത്തിൽ നീചസ്ഥനായ ബുധൻ നിൽക്കുകയാണെങ്കിൽ ആ ബുധൻ ആ വ്യക്തിയുടെ, ചിങ്ങൻ രാശിക്കാരുടെ ധനത്തിൻ്റെയും ലാഭത്തിൻ്റെയും അധിപനാണ്. അത് അങ്ങേറ്റം ദുർബലമായി 8ൽ വന്നാൽ ഒരു തരത്തിലും ഇദ്ദേഹത്തിന് ഫിനാൻഷ്യൽ കൺട്രോൾ ഉണ്ടാകില്ല. അങ്ങേയറ്റം തന്നെ വാക്കുകൾക്കും ഇദ്ദേഹം വലിയ അപകടങ്ങൾ ഉണ്ടാക്കും. ലാഭമൊക്കെ വെള്ളത്തിലായി പോകും. വളരെ മോശപ്പെട്ട ഒരു അനുഭവമാണ് അവിടെ അഷ്ടമത്തിൽ ബുധൻ നീചസ്ഥനായി വരികയാണെങ്കിൽ പറഞ്ഞിരിക്കുന്നത്. അതിനാൽ ഗ്രഹത്തിൻ്റെ ബലം നാം ചിന്തിക്കണം. യഥാർത്ഥത്തിൽ ബലത്തിൻ്റെ അഷ്ടവർഗം സൂക്ഷിച്ച് അതിൻ്റെ അക്ഷങ്ങൾ സൂക്ഷ്മമായി വിലയിരുത്തിയാൽ മാത്രമേ ജ്യോതിഷം കൊണ്ട് ഈ ഗ്രഹങ്ങളുടെ ശുഭാശുഭ ഫലങ്ങൾ എത്രത്തോളം വ്യക്തിയെ സ്വാധീനിക്കുമെന്ന വിഷയം നമുക്ക് പറയുവാൻ കഴിയുകയുള്ളൂ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ബുധൻ വരുന്നത് വൃശ്ചികൻ രാശിയിലേക്കാണ്. എപ്പോഴാണ് ബുധൻ വരുന്നത്? 1201 തുലാമാസം 7-ാം തീയതി, അതായത് 2025 ഒക്ടോബർ മാസം 24-ാം തീയതി ബുധൻ എവിടെയാണ് പ്രവേശിച്ചിരിക്കുന്നത്? ഇത്രയും കാലം ബുധൻ തുലാൻ രാശിയിലായിരുന്നു. തൻ്റെ ഉച്ചക്ഷേത്രമായ കന്നി കഴിഞ്ഞ് സുഖക്ഷേത്രമായ തുലാൻ രാശിയിൽ പ്രവേശിച്ചു. ഇപ്പോൾ ബുധൻ നിൽക്കുന്നത് തൻ്റെ ശത്രുക്ഷേത്രത്തിലാണ്. ബുധനും ചൊവ്വയും പരസ്പര ശത്രുക്കളാണ്. ശത്രുക്ഷേത്രത്തിൽ നിൽക്കുന്ന ബുധൻ. അതുമാത്രമല്ല എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ടത്, മേടവൃശ്ചിക രാശികളിൽ ബുധൻ്റെ ആശ്രയഫലം അത്ര ഗുണമല്ല. ദ്യൂതാന പാനരത നാസ്തിക ചോര നിസ്വഹ കുസ്ത്രീക കൂടകൃത് അസത്യരഥ കുജക്ഷേ അസത്യരജഹ കുജക്ഷേ. കുജൻ്റെ ക്ഷേത്രങ്ങളിൽ മേടത്തിലും വൃശ്ചികത്തിലും വരികയാണെങ്കിൽ സഹ സത്യരഥ ന, അയാൾ സത്യത്തിൽ രതിയുള്ള ആളല്ല, അദ്ദേഹം അസത്യരഥനാണ്. അയാൾ കളവ് പറയുന്ന വ്യക്തിയായിരിക്കുമെന്ന് ആദ്യം പറഞ്ഞിരിക്കുന്നു. ആ ശ്ലോകത്തിൻ്റെ അവസാനം അതാണ്, അസത്യരഥ കുജക്ഷേ. ദ്യൂത അന്ന പാന രഥ. ദ്യൂതം എന്നാൽ പഴയകാലത്ത് ചൂതാട്ടമാണ്, ഗാംബ്ലിംഗ് ആണ്. അന്നപാനരതിഹി, ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ്, ഇതിൽ ഭയങ്കരം താല്പര്യമുണ്ടാവുക. നാസ്തിക ന അസ്ഥി നാസ്തിക, ആസ്തികത്വമില്ലാത്ത അവസ്ഥ, ദൈവവിശ്വാസം ഇല്ലാത്തൊരവസ്ഥ വരിക. ചോര നിസ്വഹ നിർഗതം സ്വം യസ്യസഹ, താൻ ഈ ദ്യൂതത്തിലൊക്കെ പെട്ട് പഴയകാലത്ത് ചീട്ടുകളി, മുച്ചീട്ടുകളി, അല്ലെങ്കിൽ ഇന്ന് ലോട്ടറി എടുക്കുക, ഗാംബ്ലിംഗ്, ഇതിലൊക്കെ തന്നെ ഭാഗ്യം പരീക്ഷിച്ചിട്ട് നിസ്വഹ തൻ്റെ ധനം കൈവിട്ടു പോകും. കുസ്ത്രീക, കുൽസിതയായ സ്ത്രീകളുമായിട്ടുള്ള അടുപ്പമുണ്ടാവുക. ഇതൊക്കെ മേടത്തിലെ ബുധൻ്റെ, അപ്രകാരം വൃശ്ചികത്തിലെ ബുധൻ്റെ ഫലം, ആശ്രയഫലം ഗുണപരമല്ല. അതിനാൽ നാം ശ്രദ്ധിക്കണം ഏതെല്ലാം രീതിയിൽ മേഷം മുതലായ 12 രാശിക്കാർക്കും ഈ ബുധൻ്റെ സ്വാധീനം എപ്രകാരം ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയം. ഭഗവത്ഗീതയിലെ പ്രസിദ്ധമായ വാക്കുകളുണ്ട്. ദേവാൻ ഭാവയദാനേന തേ ദേവാ ഭാവയന്തു നഃ പരസ്പരം ഭാവയന്ത ശ്രേയപരം അവാപ്സ്യത.
സായിപ്പന്മാർ പറയും ഗീവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ്. ആ രീതിയിലാകട്ടെ എല്ലാ ബന്ധങ്ങളും. ഏതായാലും മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാരുടെയും ശുഭാശുഭഫലങ്ങൾ നാം ചർച്ച ചെയ്യാം. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക. എത്ര കാലമാണ് ഈ ബുധൻ ഉള്ളതെന്നും കൂടി നിങ്ങളെ അറിയണം. തുലാമാസം 7-ാം തീയതി വൃശ്ചികത്തിലേക്ക് വരുന്ന ബുധൻ ഒരു മാസക്കാലം കൃത്യം വൃശ്ചിക മാസം 7-ാം തീയതി വരെ, അതായത് ഒക്ടോബർ 24 മുതൽ നവംബർ 24 വരെയുള്ള ഒരു മാസക്കാലം ആ രാശിയിലുണ്ട്. പെട്ടെന്ന് ഫലം ചെയ്യുന്ന ഗ്രഹമായിരിക്കും ബുധൻ. അതിനാൽ ഈ ബുധൻ്റെ ശുഭാശുഭഫലങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക. വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ വരുന്ന 2 നക്ഷത്ര സമൂഹം. ഇവിടെ വൃശ്ചികൻ രാശിക്കാർക്ക് ബുധൻ നിൽക്കുന്നത് രാശിയിൽ തന്നെയാണ്. രാശ്യധിപനായ ചൊവ്വയുണ്ട് ബുധൻ്റെ കൂടെ. ഒരു യോഗകാരകനാണ് ബുധനും ചൊവ്വയും തമ്മിൽ. ചൊവ്വ സ്വന്തം വൃശ്ചിക രാശിയുടെ അധിപനാണ്. ബുധൻ അഷ്ടമാധിപനാണ്. ലഗ്നാധിപനും അഷ്ടമാധിപനും ഒന്നിച്ച് നിൽക്കുകയാണെങ്കിൽ അത് ദീർഘായുസാണ്. വ്യാപാര വിഷയത്തിലൊക്കെ വളരെ നല്ലതാണ്. റിയൽ എസ്റ്റേറ്റുകാർക്കൊക്കെ വളരെ നല്ലതാണ്. പുതിയ ഭൂമി വാങ്ങാം, അല്ലെങ്കിൽ ഭൂമി കച്ചവടത്തിൽ മിഡിൽ മാനായി നിന്ന് ധാരാളം കാശുണ്ടാകും. വിദ്വാൻ എന്നാണ് ലഗ്നത്തിൽ ബുധൻ വരുമ്പോൾ ഫലം പറഞ്ഞിരിക്കുന്നത്. വൃശ്ചികത്തിലെ ബുധന് പല വിഷയത്തിലും നാസ്തികത്വം വരും. ദൈവിക ചിന്ത അങ്ങേയറ്റം ഉണ്ടാകണമെന്നില്ല. പലപ്പോഴും പ്രാക്ടിക്കലാവും. പല കാര്യങ്ങളിൽ എങ്ങനെ കാശുണ്ടാക്കാം, അത് ഏത് വിഷയത്തിലും അനുകൂലമാണ്. പലപ്പോഴും ദുബായിലൊക്കെ നാം കാണാറുണ്ട്, പോയ സമയത്തൊക്കെ വ്യഭിചാരശാല നടന്ന എത്രയോ മലയാളികൾ. അതെല്ലാ രാജ്യത്തും ദുബായിലൊക്കെ മെയിൻ ബിസിനസ് വ്യഭിചാരമാണ്. എന്നിട്ട് കാശുണ്ടാക്കുക, കോടീശ്വരനാകുന്നവരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ബുധനും ചൊവ്വയും വൃശ്ചിക രാശിയിൽ ഒന്നിച്ച് നിൽക്കുകയാണെങ്കിൽ അങ്ങനെ യോഗമുള്ളവർക്കൊക്കെ ആ ഒരു ഫലം ധാരാളം കണ്ടുവരുന്നതാണ്. പിന്നീട് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം വ്യാപാര വിഷയമാകാം. ചമത്കാരി തവണയിൽ പറഞ്ഞിരിക്കുന്നത് ബുധോ മൂർത്തികോ മാർജ്യത് അനിഷ്ടം. ലഗ്നത്തിലെ ബുധൻ എല്ലാ അരിഷ്ടതകളെയും മാറ്റും. പരിഷ്ഠാധിയോ വൈകര്യ വൃത്തിവാച, നല്ല ബുദ്ധി പ്രകടിപ്പിക്കും. ജനാദിവ്യ ചാമീകരി ഭൂതദിതാഹ, നല്ല ശരീരം, നല്ല സ്ട്രക്ചർ ഉണ്ടാകും. ചികിത്സാവിധ, ചികിത്സ അറിയുന്ന ആളുകളാകും. പലപ്പോഴും ബുധൻ ലഗ്നത്തിൽ വരുമ്പോൾ മെഡിക്കൽ അല്ലെങ്കിൽ പാരാമെഡിക്കലുമായി ബന്ധപ്പെടുന്ന കോഴ്സുകളിൽ വളരെയധികം താല്പര്യവും ജോലിയും ലഭിക്കും. ദുശ്ചികിത്സാഭവം, പലപ്പോഴും തൻ്റെ രോഗങ്ങൾക്ക്, തൻ്റെ ക്ലേശങ്ങൾക്ക് പലപ്പോഴും പരിഹാരമുണ്ടാകില്ല. അന്യരുടെ ക്ലേശങ്ങൾക്കെല്ലാം ഉപദേശിയാണ് ബുധൻ. പക്ഷെ താൻ അനുഭവപ്പെടുന്ന ക്ലേശങ്ങൾ തനിക്ക് പലപ്പോഴും കരകയറാൻ പറ്റാത്തൊരവസ്ഥ സംജാതമാകും. ശ്രദ്ധിച്ചാൽ ഈ ബുധനെ നന്നാക്കാം. വളരെ ശ്രദ്ധിക്കുക, എടുത്തു ചാടരുത് എന്ന് മാത്രം. നന്ദി, നമസ്തേ.